അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം 2:30 മണിയായി കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി. ഇപ്പം വരും, റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ സ്കൂൾ വിട്ട് വന്നു. കോട്ടൊക്കെ ഇട്ട് ഈ ഡ്രസ്സിങ് കണ്ടിട്ട് ആരും ഓർമ്മ വരുന്നതെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യേ. വേറെ ആളത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര വെയിൽ. ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അമ്മച്ചി റെഡിയാവാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോവാം. ഒക്കെ വന്നിട്ട് പോവാം. പോയിട്ട് പോകുന്ന വഴിയുടെ കാഴ്ചകളും ഷൈബായും ഒക്കെ പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ. എൻ്റെ ഫോൺ ഏത് നിമിഷവും മരിക്കും, കാരണം ചാർജില്ല, ഇവിടെ കറണ്ടില്ല, പണി നടക്കുക. അപ്പോൾ രാവിലെ കട്ട് ചെയ്തത് അവർ. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിയുടെ കാഴ്ച കാണാം. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉമ്മച്ചിയും വിളിച്ചിട്ട് ഇക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ചടയമംഗലം അഞ്ചലിലോട്ടാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അവിടെ റൈഹു ഛർദ്ദിച്ച് പ്രാന്തരത്തിരിക്കുവാണ് കേട്ടോ. എപ്പോൾ വണ്ടി കയറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ ഛർദ്ദിക്കും. AC ഇടുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് AC ഇടാണ്ടാണ് പോണത്. എന്നിട്ടും അവൻ ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചടയമംഗലമൊക്കെ കഴിഞ്ഞു. ഇങ്ങോട്ടേക്കുള്ള റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കുറേ കാടും മലയും ഒക്കെ ആയിട്ട്. ജടായു പാറയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലൊക്കെ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വന്നു. അവരെല്ലാവരും അകത്ത് സംസാരവും ബഹളമൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ 2 പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. ഈ 2 പോത്തുകളും കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ കൊക്കും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തു. ഇതാണ് നമ്മുടെ ഷൈബു മോള്. അപ്പോൾ പോകാനായിട്ടൊക്കെ ഇറങ്ങി. ഞാൻ വന്ന ഉടനെ എൻ്റെ ഫോൺ ചാർജിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്.